അഹമ്മദാബാദ് വിമാന അപകടം നമ്മളാരും മറന്നിട്ടില്ല. അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ കൃത്യമായ കാരണം പോലും ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ അഹമ്മദാബാദ് വിമാന അപകടം നടന്ന് 30 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അന്വേഷണ ഏജൻസികളെല്ലാം കൂടെ ചേർന്നിട്ടൊരു റിപ്പോർട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ധന വിതരണം, അതായത് ഇന്ധനം സപ്ലൈ ചെയ്യുന്ന സ്വിച്ച് അത് ഓഫ് ചെയ്തതാണ് അപകടത്തിന് കാരണം എന്നാണ് പറഞ്ഞിരുന്നത്. ആര് ഓഫ് ചെയ്തു, എപ്പോൾ ഓഫ് ചെയ്തു എന്നതിനെക്കുറിച്ചൊന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ റിപ്പോർട്ട് ആരാണ്, അതായത് 3-4 അന്വേഷണ ഏജൻസികൾ ചേർന്നാണ് ഈ റിപ്പോർട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് നൽകിയത്. അപ്പോൾ ഈ റിപ്പോർട്ട് ആരാണ് സമർപ്പിച്ചത് എന്നോ ആരാണ് അതിൽ ഓതറൈസ് ചെയ്തതോ എന്നോ ആ റിപ്പോർട്ടിൽ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൈലറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആ റിപ്പോർട്ടിനെ അപ്പാടെ തള്ളുകയാണ് ചെയ്തത്. ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിഭാഗത്തിലെ മറ്റൊരു വിമാനം ഇതേപോലെ തന്നെ ലണ്ടനിലേക്ക് പറക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് വലിയൊരു അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്നത് പൈലറ്റുമാർ ഇടപെട്ട് ഇല്ലാതാക്കി എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ പ്രധാന കാരണക്കാരൻ അത് പൈലറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നും അത് പൈലറ്റുമാരുടെ അസോസിയേഷൻ അംഗീകരിച്ചിട്ടില്ല എന്നും അതിൻ്റെ മേൽ വലിയ പ്രതിഷേധവുമായിട്ട് പൈലറ്റുമാരുടെ അസോസിയേഷൻ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതും കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള വാർത്തകളാണ്. അപ്പോൾ ഈ പൈലറ്റ് അസോസിയേഷൻ രംഗത്തെത്തിയതിന് ശേഷം പിന്നീട് ഈ അസോസിയേഷൻ എല്ലാ പൈലറ്റുമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ആര് വിമാനം പരിശോധിച്ച് കഴിഞ്ഞാലും ഈ വിമാനത്തിന് ഒരു ചെക്ക് റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ വിമാനം പറക്കുന്നതിന് തൊട്ട് മുൻപായിട്ട്, അങ്ങനെ ആര് പരിശോധന നടത്തി കഴിഞ്ഞാലും അതിനപ്പുറത്തേക്കൊരു പരിശോധന, വീണ്ടും ഒരു പരിശോധന പൈലറ്റുമാരുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് ദില്ലിയിൽ നിന്നും ലണ്ടനിലേക്ക് പറക്കാൻ തയ്യാറായിരുന്ന ഈ ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട 787 ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനം തന്നെയാണ്. ഇതേ വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് അഹമ്മദാബാദിൽ തകർന്നു വീണത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി എന്താണ് സംഭവിച്ചത് എന്നതുകൂടി നമുക്കൊന്ന് നോക്കാം. ടേക്ക് ഓഫ് ആരംഭിക്കാനിരുന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് യാത്ര റദ്ദാക്കി. മുൻകരുതൽ പരിശോധനകൾക്കായി വിമാനം തിരികെ ദില്ലി വിമാനത്താവളത്തിലെ പാർക്കിംഗ് ബേയിലേക്ക് കൊണ്ടുപോയി. എയർലൈൻ അധികൃതർ ഇത്തരത്തിലാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ദില്ലിയിൽ നിന്ന് ലണ്ടനിലേക്ക് പറക്കാൻ നിശ്ചയിച്ചിരുന്ന എയർ ഇന്ത്യയുടെ AI-2017 വിമാനത്തിനാണ് സാങ്കേതിക തകരാറുണ്ടായത്. ഈ സാങ്കേതിക തകരാർ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇവർ പുറത്ത് പറയാൻ ഇപ്പോൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 2023 മുതൽ ഈ DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, കൃത്യമായിട്ട് എല്ലാ വിമാന കമ്പനികൾക്കും വിമാനങ്ങൾ കൃത്യമായിട്ട് സർവീസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എയർ ഇന്ത്യ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൃത്യമായിട്ടുള്ള സർവീസുകൾ നടത്തുന്നില്ല എന്നുള്ളൊരു പരാതി DGCAക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ 3 വിമാനങ്ങൾ സമയങ്ങളിൽ അതിൻ്റെ മെയിൻ്റനൻസ് സർവീസ് നടത്താതെ അവർ ദുബൈയിലേക്കും ജിദ്ദയിലേക്കും സൗദിയിലേക്കും യാത്ര നടത്തി എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ് എയർ ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഉദ്യോഗസ്ഥരെ എയർ ഇന്ത്യ തന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സമയത്താണ് ഈ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട അപകടത്തിൽപ്പെട്ട അതേ ഗണത്തിൽപ്പെട്ട വിമാനം, അതും ദില്ലിയിൽ നിന്ന് ലണ്ടനിലേക്ക് പറക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയ വിമാനം സാങ്കേതിക തകരാർ എന്ന് പറഞ്ഞ് അവർ യാത്ര തന്നെ റദ്ദാക്കിയത്. അപ്പോൾ ഈ കൃത്യമായിട്ട് വിമാനത്തിൻ്റെ സർവീസുകളെല്ലാം നടത്തിയിരുന്നു എങ്കിൽ എങ്ങനെയാണ് ഒരു വിമാനം ഈ പറക്കലിന് തൊട്ട് മുൻപേ, അതായത് യാത്രക്കാരെല്ലാം കയറി പറക്കുന്നതിന് തൊട്ട് മുൻപേ ഈ വിമാനത്തിന് എങ്ങനെയാണ് തകരാറ് വരുന്നത്, എന്ത് തകരാറാണ് വന്നത് എന്നത് ഇവർ പറയാൻ തയ്യാറല്ല. കാരണം ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം പോലും, ഈ കഴിഞ്ഞ മാസം 21-ാം തീയതി കൃത്യമായിട്ട് വിമാനങ്ങളുടെ എല്ലാം പരിശോധനകൾ നടത്തി ചെക്ക് റിപ്പോർട്ട് കൃത്യമായിട്ട് DGCAക്ക് സമർപ്പിക്കാൻ വേണ്ടി ഒരു അന്ത്യശാസനം എല്ലാ വിമാന കമ്പനികൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞിരിക്കുന്നത് ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ ഗണത്തിൽപ്പെട്ട വിമാനങ്ങളുടെ പരിശോധനകൾ നടത്തിയിട്ടുള്ള റിപ്പോർട്ട് ആദ്യം സമർപ്പിക്കണം എന്നായിരുന്നു. അപ്പോൾ ഇവർ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളുടെ പരിശോധനകളെല്ലാം നടത്തി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയാണ് ഇവർ റിപ്പോർട്ട് കൊടുത്തിരുന്നുവെങ്കിൽ
ഇന്നെങ്ങനെയാണ് ഈ വിമാനത്തിൽ തകരാറ് വന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് സാങ്കേതിക തകരാർ എന്നത് എയർ ഇന്ത്യ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് എന്തായാലും DGCAയുടെ മുന്നിൽ അവർ അത് അറിയിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. സാങ്കേതിക തകരാറിനെ തുടർന്ന് പൈലറ്റുമാർ ടേക്ക് ഓഫ് നിർത്തിവെക്കാനും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടികൾ ആരംഭിക്കാനും തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് പരിശോധനകൾക്കായി വിമാനം തിരികെ കൊണ്ടുപോവുകയായിരുന്നു. യാത്രക്കാരെ നിശ്ചിത സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ മറ്റൊരു വിമാനം തയ്യാറെടുത്തതായും അധികൃതർ പറഞ്ഞു. യാത്രക്കാരുടെ സുരക്ഷയിലാണ് എയർ ഇന്ത്യ മുൻഗണന നൽകുന്നതെന്നാണ് അധികൃതർ അവകാശപ്പെടുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല. എയർ ഇന്ത്യ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ ഉയർന്നു വരുന്നതിനിടെയാണ് ബോയിങ് 787 ഡ്രീം ലൈനറിൻ്റെ യാത്ര തന്നെ റദ്ദാക്കിയത്. മാത്രമല്ല, എയർലൈൻ റെഗുലേറ്ററി സ്കാനറിന് കീഴിലാണ്. ജൂൺ 12 അഹമ്മദാബാദിൽ തകർന്നതിന് സമാനമായ വിമാനമാണ് ബോയിങ് 787 ഡ്രീം ലൈനർ. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനം വെറും 32 സെക്കൻഡുകൾക്ക് ശേഷം തകർന്നു വീഴുകയായിരുന്നു. 242 യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് ഈ വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അഹമ്മദാബാദിൽ തകർന്നു വീണ അതേ ഗണത്തിൽപ്പെട്ട വിമാനമാണ് ഇപ്പോൾ ലണ്ടനിലേക്ക് പറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സാങ്കേതിക തകരാറ് കണ്ടുപിടിച്ചതിനെ തുടർന്ന് വീണ്ടും ഒരു തവണ കൂടി ഇതിൻ്റെ പരിശോധനകളെല്ലാം നടത്തിയതിന് ശേഷം യാത്ര ആരംഭിച്ചാൽ മതി എന്ന് പൈലറ്റുമാരെ നിർദ്ദേശം നൽകിയത്. പൈലറ്റുമാർ പഴയതുപോലല്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആണിപ്പോൾ. അവർക്ക് ഒരു എന്താ പറയുക, ഒരു പഴുതുപോലും ഉണ്ടാകരുത് എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വിമാനത്തിന് സംഭവിക്കുകയാണ് എങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതിലെ ക്യാപ്റ്റനും കോ-പൈലറ്റിനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു വിഷയം വന്ന ഘട്ടത്തിൽ എന്താണ് എന്ന് അത് മനസ്സിലാക്കി അത് പരിഹരിച്ചതിന് ശേഷം മാത്രം വിമാനം യാത്ര ആരംഭിച്ചാൽ മതി എന്ന കർശന തീരുമാനം ഈ പൈലറ്റുമാരെടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പഴയ ഒരു വിമാന അപകടത്തിൽ പൈലറ്റിൻ്റെ തലയിൽ കൊണ്ടുപോയ അപകടത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം വെച്ചിട്ടുണ്ട്. അതൊരിക്കലും പൈലറ്റിൻ്റെ മാത്രം കുറ്റമല്ല എന്നാണ് പൈലറ്റ് അസോസിയേഷൻ തന്നെ പറയുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, വിമാനത്തിൻ്റെ കോക്പിറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കും, എന്തൊക്കെ നടക്കാൻ പാടില്ല എന്നത് കൃത്യമായിട്ട് അറിയുന്നത് ഈ പൈലറ്റുമാർക്കാണ്. ഏത് രീതിയിലാണ് വിമാനത്തെ കൊണ്ടുപോകേണ്ടത്, ഏത് രീതിയിലാണ് വിമാനത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നത് കൃത്യമായിട്ട് അറിയുന്നത് പൈലറ്റുമാർക്കാണ്. അതല്ലാതെ ഏത് ഏജൻസിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാലും ആ ഏജൻസികൾക്കല്ല അത് അറിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വിമാനം നിർമ്മിച്ച കമ്പനി പറയുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏജൻസിയുടെ, അതായത് വിവിധ അന്വേഷണ ഏജൻസികൾ പറയുന്നതോ അതിനപ്പുറത്തേക്ക് ഒരു പൈലറ്റിനെ കൂടി ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ വിമാന അപകടത്തിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം വളരെ വേഗത്തിൽ കൃത്യതയോടുകൂടി നമുക്ക് നൽകാൻ സാധിക്കുമായിരുന്നു. ഇതിപ്പോൾ വിമാന കമ്പനിയുടേതാണോ, വിമാന നിർമ്മാണ കമ്പനിയുടെയാണോ, വിമാന നടത്തിപ്പ് കമ്പനിയുടെയാണോ ഈ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ട് ഈ അപകടമുണ്ടായത് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി അത് മുഴുവൻ പൈലറ്റിൻ്റെ തലയിലേക്ക് വെച്ചതാണ് എന്നാണ് പൈലറ്റ് അസോസിയേഷൻ പറഞ്ഞത്. അതുകൊണ്ട് ഇനി എല്ലാ വിമാനങ്ങളും ചെക്ക് റിപ്പോർട്ട് തന്നാൽ പോലും പൈലറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കൽ കൂടി എല്ലാ പരിശോധനകളും നടത്തണം. നടത്തിയതിന് ശേഷം എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ളൊരു പ്രശ്നം കണ്ടാൽ പോലും പൈലറ്റുകൾ വിമാനം പറത്തരുത് എന്ന കർശന നിർദ്ദേശമാണ് പൈലറ്റ് അസോസിയേഷൻ കൊടുത്തത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വിമാനം ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് പറക്കേണ്ടിയിരുന്ന 787 ഡ്രീം ലൈനർ വിമാനം ഇപ്പോൾ സാങ്കേതിക തകരാറ് കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ആ യാത്ര തന്നെ ക്യാൻസൽ ചെയ്യാനുണ്ടായ സാഹചര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.